കാപ്പ കേസ് പ്രതിയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലറുമായ ആർ സുഗതന്റെ അറസ്റ്റിൽ കുടുംബത്തിന്റെ ആരോപണം പോലീസ് തള്ളിക്കളഞ്ഞു. സുഗതന്റെ വീട് പൂർണ്ണമായും CCTV നിരീക്ഷണത്തിലാണെന്നും ദൃശ്യങ്ങൾ ഈ വീട്ടുകാർ പുറത്തുവിട്ടെന്നും പോലീസ് പറയുന്നു. സുഗതന്റെ ഭാര്യയുടെ മാല പൊട്ടിച്ചെന്നും മകന് നേരെ തോക്ക് ചൂണ്ടിയെന്നുമൊക്കെയാണ് കുടുംബം ആരോപിക്കുന്നത്. അതേസമയം വധശ്രമ കേസിലെ രണ്ടാം പ്രതിയായ സുഗതന്റെ സഹോദരൻ സന്ദീപിനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ നീക്കം നടക്കുന്നുണ്ട്. റിനു ശ്രീധർ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പറയൂ റിനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ദിവസം BJP കൗൺസിലർ സുഗതനെ അറസ്റ്റ് ചെയ്ത സമയത്താണ് സുഗതന്റെ ഭാര്യയുടെ താലിമാല പൊട്ടിച്ചെന്നും പ്രായപൂർത്തിയാകാത്ത മകനെതിരെ തോക്ക് ചൂണ്ടിയെന്നും പോലീസിനെതിരെ വലിയ ആരോപണം ഉയർന്നത്. വട്ടിയൂർക്കാവ് SHOക്കെതിരെയാണ് അത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത്. എന്നാൽ അത് പോലീസ് നിഷേധിക്കുകയാണ്. കാരണം ഈ സുഗതന്റെ വീട് പൂർണ്ണമായി CCTV നിരീക്ഷണത്തിലാണ് എന്നുള്ളത് ശരിയായ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ CCTVയിൽ ഈ ദൃശ്യങ്ങൾ പതിഞ്ഞിരിക്കും. ആ ദൃശ്യങ്ങൾ കുടുംബം പുറത്തുവിടട്ടെ എന്നുള്ളതാണ് വട്ടിയൂർക്കാവ് പോലീസ് പറയുന്നത്. ഒരു കാരണവശാലും തങ്ങൾ അത്തരമൊരു നടപടിയിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ്. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പിന്നീട് സുഗതന്റെ ഭാര്യ വരുമ്പോഴും താലിമാല കഴുത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഒപ്പം പോലീസ് ആ സമയത്ത് കൃത്യമായി തന്നെ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ടായിരുന്നു. അത് തങ്ങളുടെ സുരക്ഷയ്ക്കാണ് എന്നുള്ളതാണ് പോലീസ് മുന്നോട്ട് വെക്കുന്ന വാദം. എന്തായാലും നിലവിൽ സുഗതനെ കസ്റ്റഡിയിൽ വാങ്ങുവാൻ വേണ്ടി കോടതിയിൽ ഇന്ന് പോലീസ് അപേക്ഷ നൽകും. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. മറ്റൊന്ന്, ഈ പോലീസിനെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടാം പ്രതിയാണ് സുഗതന്റെ അനുജൻ സന്ദീപിനെയും കസ്റ്റഡിയിൽ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഉടൻ തന്നെ ആ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. മറ്റേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസ് നിലവിൽ അന്വേഷിക്കുന്നത് വട്ടിയൂർക്കാവ് SHO വിപിന്റെ നേതൃത്വത്തിലാണ്. വിപിനെ നിന്ന് ഈ അന്വേഷണം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് പോകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം സുവമോട്ടോ പ്രകാരം ഈ ഉദ്യോഗസ്ഥൻ തന്നെ ഈ സുഗതനെതിരെ കേസെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അന്വേഷണം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് ആഭ്യന്തര വകുപ്പ് നീങ്ങുന്നത്. ഓക്കെ, താങ്ക് യു റിനു ശ്രീധർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.